പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ താതരമിഴിനി കാണാക്കാർ കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പ്രിൻസിപ്പളിന്റെ വീട്ടിലെ ഫംഗ്ഷന് പോയിട്ടേ അലമ്പാക്കി ഇച്ചിരി കടുത്തു പോയിട്ടാന്ന്. ആര് ഞാനാ? എല്ലാരും നീ പറഞ്ഞെന്തോ ഓർമ്മ ഉണ്ട് എനിക്ക്? എനിക്കൊന്നും ഓർമ്മയില്ല. പ്രിൻസിപ്പളിന്റെ ഭാര്യനെ ഭദ്രകാളി എന്ന് വിളിച്ചു. ഭദ്രകാളി വിളിച്ച കുഴപ്പമൊന്നുമില്ല, അവരെ കണ്ടാ അങ്ങനെയൊക്കെ തന്നെ. പബ്ലിക്കായിട്ടേക്കും അങ്ങനെ വിളിക്കാൻ പാടില്ല, ആട് കൂടി കിടക്കും. രവിയേട്ടൻ വലിയ ഡയലോഗ് അടിക്കണ്ട. പ്രിൻസിപ്പളിന്റെ മുഖത്ത് നോക്കിട്ടാ പറഞ്ഞത് ഭാര്യനെ ഡൈവോഴ്സ് ചെയ്യാൻ. എന്തോ ഓർമ്മയില്ലേ? അമ്മ എനിക്ക് ഓർമ്മയില്ലേ? എങ്ങനെ ഓർമ്മ ഉണ്ടാകും? രണ്ടും നല്ല ഫിറ്റായിരുന്നു. ഞാൻ വെള്ളടിക്കാത്തതുകൊണ്ട് എനിക്ക് എല്ലാ സംഭവം ഓർമ്മയുണ്ട്. എടാ ഇവൻ മറ്റേ സൈറയുടെ മുമ്പിൽ വലിയ മാന്യനാകാൻ വേണ്ടിട്ട് അല്ലാടാ നീ വെള്ളം ഓടിക്കായിരുന്നു. അല്ല എന്തായാലും ഈ ഭാര്യനെ ഭദ്രകാളി എന്ന് വിളിച്ചപ്പോഴേ മത്തങ്ങ പോലത്തെ മുഖം പുളിങ്കുരു പോലെ. അങ്ങനെ മോന്ത മാത്രമല്ല ശരീരം കണ്ടിട്ടുണ്ടോ? ഒരുപാട് വയ്ക്കോ തുറവൂല കളിയാക്കി കാണിച്ചു തരാടാ. അത് അത് കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഈ പാടത്തൊക്കെ കണ്ണുകെട്ടാൻ വയ്ക്കുമല്ലോ. എന്തിനത്? ആ നോക്കൂത്തി ഒരുമാതിരി കുമ്പളങ്ങയ്ക്ക് കണ്ണും മൂക്കും വെച്ച പോലെ. പക്ഷെ എന്നാലും അങ്ങനെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി പറയായിരുന്നു. അല്ല അത് ഭയങ്കര മോശം തന്നെയാണ്. അങ്ങനൊന്നും പറയാൻ പാടില്ല. എനിക്കവിടെ നീയാണ് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഞാനല്ല പറഞ്ഞു, നിങ്ങൾ തുടക്കം ഇട്ട് പിന്നെ ഞാൻ പറഞ്ഞാണ്. എനിക്ക് ഓർമ്മയില്ല അവിടെ എന്തൊക്കെ സംഭവിച്ചത് ശരിക്കും. സത്യം പറഞ്ഞു അവസാനം ഇടി മിന്നലൊക്കെ ആയിരുന്നു. ഒരു തൊപ്പി വെച്ച ഒരാളെ കൂടെ ഓടിപ്പോയില്ല. അതാരാണ്? അതെ, 8ന്റെ കലിപ്പൊളിയാണ് അത് പ്രിൻസിപ്പളാ മരുമാനാ. കടി കിട്ടിയല്ലേ? നിന്ന് വാങ്ങിച്ചു ഞാൻ. പിന്നെ എന്തൊക്കെ കാണിച്ചില്ല. പ്രിൻസിപ്പളിനെ ഫേസ് ചെയ്യാൻ ഞാനില്ല. നീ അടിക്കാൻ നിന്നല്ല, നീ എന്തെങ്കിലും കടപെട്ടാ? നീ അതിന് മുമ്പേ ഉണ്ടേട്ടെന്ന് തോന്നുന്നത്. അല്ലല്ല നിങ്ങളെ കണ്ടാലും അത് ശരി. നിങ്ങൾ കണ്ടാലും ഹോസ്റ്റലിൽ എത്തിച്ച റൂമിൽ എത്തിച്ച പിന്നാരാ അടി കിട്ടിയതിന് ശേഷം പിന്നെ ഞാനും കൂടെ എനിക്കും കൂടി കിട്ടാനാണ്. അതെന്നെ ഈ പറഞ്ഞത് ഞാൻ. നീ മുങ്ങി. ഇവൻ മുങ്ങി. എനിക്കറിയാം ഫിറ്റിലായതുകൊണ്ട് കിട്ടിയതൊന്നും ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല. എനിക്കുണ്ടായിരുന്നു വ്യത്യാസം. അത് വേറെ ഒന്നല്ല, സാറിന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ എന്താ പറയാൻ വേണ്ടിട്ട് ഒറ്റ അടിയെന്ന് ഇവിടെ ഇട്ട് വെട്ടായുണ്ടായിരുന്നു. ബാബുലൈ സാർ പ്രിൻസിപ്പളിന്റെ ഭാഗത്തായിരുന്നു, പുള്ളിക്കും കിട്ടിയെന്ന് തോന്നുന്നു. സത്യത്തിൽ മൂപ്പിച്ചായിരുന്നു അറിയാം. മൂപ്പിച്ച കംപ്ലീറ്റ് നീയാണ് കാര്യം. നീ ആ ഇത് കൊണ്ടുകൊടുത്തല്ല പൂജ ചെയ്ത് എന്തിനും മാങ്ങാത്തൊരിന്ന് പറഞ്ഞാൽ എവിടെ നീ അത് കൊല്ലു ചെയ്തെന്ന് പറഞ്ഞാൽ കോവിലിന്റെ അവിടെ നിർത്ത വാഴയല്ലോ ചന്ദന് വഴിയുന്നു. അവിടെ വെച്ചാൽ എനിക്ക് പിരിയാറിയോ നീ അത് ചെയ്തില്ലേ? അത് കൊടുത്തിട്ട് രണ്ടാം നീ അടിച്ചിട്ട് സുന്ദരിയായിരിക്കുന്നു. അപ്പം മുതൽ ഞാൻ മലപ്പുറം ചവിട്ടി പൊട്ടിച്ചാണ് അവിടെ ബലൂന്ന്. അത് വേറെ ആയിട്ട് ചിന്തിച്ചു. ഞാൻ പെട്ടെന്ന് കറക്റ്റ് ടൈമിങ്ങിന് ഒരു പൊട്ടിക്കിന് കാലിപ്പെട്ടി തുറന്നിട്ടാണ് ശൂന്യമായ മനസ്സ് തുറന്ന് കാണിച്ചിരിക്കും. അത് എടുത്തോണ്ട് വന്നായിരുന്നു നീ എന്നെ അവിടെ എടുത്തോണം. അത് എന്തൊരു പുല്ലിന് അപ്പം എടുത്തോണ്ട് വന്നോ നീ? അത് എടുത്തോ. അതുകൊണ്ട് അപ്പം മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചെയ്യണേ, ഇനി എന്നാൽ ശരിയാവില്ല. ലൈബ്രറി വരെ പോയിട്ട് വരാം. കുറേ പഠനങ്ങളുണ്ട്. പോട്ടാ. ഇത് അവിടെ തിരിച്ചു വയ്ക്കാനുള്ള ദിവസം തന്നെ ഇത് പുല്ല. നീ 5-6 പ്രാവശ്യം വരെ പറഞ്ഞു കേൾക്കണമെന്ന് വിചാരിക്കും. ഞാൻ അവിടെ മറ്റേ അടിച്ചു മാറ്റി വെക്കണം കേട്ടാ. എന്നിട്ട് ഉണ്ടാക്കിയ മറ്റേ ഞങ്ങൾ വരാം. ഇതേ ഈ ഒരു ഭയങ്കര അലമ്പാണ്. മാറി നിന്ന് നമുക്ക് ഉണ്ടാക്കും മാർക്കാണ്. ശരിയാവില്ല, ഇത് ശരിയാവില്ല. അവൾ പറഞ്ഞ കറക്റ്റാണ്, എൻ്റെ ഭാര്യ പറഞ്ഞ കറക്റ്റാണ്. യവന്മാർ തമ്മിൽ തെറ്റിച്ചാലേ ഈ കോളേജിൽ മനസ്സമായിട്ട് ജീവിക്കാൻ പറ്റും. വീട്ടിൽ വന്ന് വാക്കത്തരം കാണിച്ചിട്ട് അത് പറഞ്ഞെങ്കിൽ ചിരിക്കണം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്താ സാറേ ദേഷ്യപ്പെട്ടിരിക്കണേ? എന്താ ദേഷ്യപ്പെട്ട്? ഒന്നുമില്ല. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ വളരെ ഭംഗിയായിട്ട് പര്യവസാനിച്ചല്ലോ സാറേ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതാണോ ഭംഗിയായ പര്യവസാനം? കുട്ടികളല്ലേ, ചെറിയ കുസൃതിത്തങ്ങൾ കാണും. വീട്ടിൽ വന്ന് അലമ്പ് ഉണ്ടാക്കി ഭാര്യയുടെ മുഖത്തൊക്കെ ചീത്ത വിളിച്ചിട്ട് പോകണം കുസൃതികൾ. അല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? അങ്ങനെയൊന്നും ഇല്ലല്ലേ? ചെറിയ പണിഷ്മെന്റ് കൊടുത്താൽ മതി. എന്താ പറഞ്ഞെ, സാറും ഭാര്യയും ഒറ്റക്കല്ലേ വീട്ടില്? സാറും ഭാര്യ ഒറ്റക്കല്ലേ വീട്ടില്? കുട്ടികൾ കയറിയാണ് മേയും ഇങ്ങനെ ഇടന്നിട്ട്. അത് ഞാൻ ആലോചിച്ചോളാം. പൊക്കോട്ടെ, അങ്ങ് ചെല്ലേ, പോയാട്ടെ. ശരി. അയ്യേ, പിള്ളേരെ സൈഡാണ്. കൂടെ നിർത്തിയാൽ എന്നെ ഒറ്റും, അല്ലെങ്കിൽ സാറുമാരെ കൂടെ നിൽക്കുക. അതില്ല. ആ ടീച്ചർ ഉണ്ടെങ്കിൽ പറയാൻ ചാള് വലിപ്പിച്ചോണ്ട് നടക്കും. ഇപ്പം എന്തിരിക്കേ? കുമാരാ,
കുമാരാ എവിടെ പോയി കിടക്കണം പണ്ടാര ശനി വിളിച്ചാലും കാണൂല സമയത്ത്. എന്താ സാർ? കുമാര ഇരി ഏ? ഇരി. ആ ഇല്ല സാർ, സാറിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കത്തില്ല. ഇരിക്കാൻ പാടില്ല സാർ. കുമാര നമ്മൾ തമ്മിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നും ഇല്ലല്ലേ. കുമാര ഇരി. സാറിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി. അതെ, ഈ മമ്മൂനെയും പൊറിഞ്ചുവിനെയും മറ്റേ രവിയുണ്ടല്ലോ, അവന്മാരെ പറ്റി കുമാരൻ എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം സാറേ. ഇവരെ വൃത്തിയേട്ടവന്മാരാ സാറേ. ഇല്ലെങ്കിൽ കള്ളു കുടിച്ചന്ന് സാറിൻ്റെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കൂ. എൻ്റെ സാറേ, എന്നിട്ട് അവന്മാർ പറഞ്ഞു കിടക്കുക ഞാനാ കള്ള് മേടിച്ചു കൊടുത്തത്. എൻ്റെ അമ്മച്ചിയാണോ ഞാൻ അറിഞ്ഞ കാര്യമല്ല. താണ്ടേ സാർ അതൊന്നും വിശ്വസിക്കല്ലേ. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ പറയും പോലെ കുമാരൻ കേൾക്കൂ. പിന്നെന്താ? യവന്മാരെ തമ്മിൽ തെറ്റിച്ചാലേ ഈ കോളേജ് നന്നാവും. സാറേ അത് വേണോ? കുമാരൻ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ആ സാറേ, കുടുംബമായ കഷ്ടപ്പാടില്ല, ചെപ്റ്റയുടെ വക്കി നിൽക്കുക. 3 ലോൺ അടച്ചു തീർക്കാറുണ്ട്. കുമാര എന്തെങ്കിലും സഹായം ചെയ്യാന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ കുടുംബത്തിനെ മുഴുവൻ ഏറ്റെടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 3 ലോണാ സാറേ. ലോണൊക്കെ അവിടെ നിൽക്കിയിട്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുമാരൻ ഞാൻ പറയും പോലെ അങ്ങ് ചെയ്താണ്. ഈ കോളേജിന് കുമാരനോടൊരു കൂറുണ്ട്. അതെനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം കുമാരൻ നിയോഗിച്ചത്. സാറ് വിഷമിക്കണ്ട, ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മതിയല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ധൈര്യമായിട്ട് ചെല്ലേ. അയ്യോ സാറേ, 3 അല്ല 4 എന്തേ ലോൺ. 4 ലോണുണ്ട്. ചെല്ലേ. ഈ ലോണെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് വീട്ടിൽ വന്ന ആ ലോൺ മൊത്തം ചവിട്ടി നശിപ്പിച്ച് പോയവന്മാരാണ്. ഇതൊരു പാടാ, വീഴും കിഴക്കും അറിഞ്ഞുകൂടാ. അതാണ് പട്ടി ചന്തയ്ക്ക് പോലെ ആയി പോകുന്ന അറിഞ്ഞുകൂടാ. അല്ല പ്രതിഭേ, ഞാൻ നിന്നെ തിരക്കി കിടക്കുമായിരുന്നു ഒരു കാര്യം ചോദിക്കാൻ. അണ്ണാ, നമ്മുടെ രവിയണ്ണനെയും മമ്മിനെയും കണ്ടായിരുന്നു. അവൻ്റെ ഒരു രവിയണ്ണനും മമ്മു ഇത് അവരെ കാണാൻ നിനക്ക് ഉറക്കം വരത്തില്ല ഇവിടെ. അതങ്ങനെ ഏട്ടാ, ഞങ്ങള് ഒരേ ഞെട്ടിൽ വിരിഞ്ഞ 3 പൂക്കളാണ്. അത് ശരിയാ, 3 പൂക്കൾക്ക് ഒരേ മനസ്സാ, പരസ്പരം പാരവെക്ക. ആരാ പേര് വെച്ച് ഇവിടെ അതൊക്കെ പോട്ടെ. ഞാൻ നിന്നെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തായിരുന്നു കാര്യം? അതൊക്കെ പോട്ടെടേ, നീ എന്നാ ഈ പാസനെയും കാളിദാസിനെയും ഷെല്ലിയും ഷേക്സ്പിയറും ഒക്കെ വിൽക്കാൻ തുടങ്ങിയത്? അല്ല ഉണ്ടേ മനസ്സിലാവണ ഭാഷയെ പറ. എടേ, നീ ലൈബ്രറിയിലെ പാസന്റെയും കാളിദാസിന്റെയും ഷേക്സ്പിയറിന്റെയും ഒക്കെ കൃതികൾ എടുത്ത് വിറ്റ് പുട്ടടിക്കുന്നെന്നാ പിള്ളേർ പറയുന്നത്. ഞാനാ? ഏത് പിള്ളേർ പറഞ്ഞു? എല്ലാ പിള്ളേരും പറയും. ലൈബ്രറിയുടെ അകത്ത് കയറിയിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഒരു ഒറ്റ പുസ്തകം തൊട്ടിട്ടില്ല. അതല്ല, ഈ ലൈബ്രറി ഏത് ഭാഗത്താണ്? എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ. നിന്റെ ഇടവും വലവും നടക്കുന്നവരാ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നതെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നീ ഇന്നെ അപരമായിട്ടോട്ട് കൂട്ടുകൂടി നടക്കാൻ നിന്റെ കാര്യം നോക്കി നടക്കണേ. അതെ, ഞാൻ ഇത് ആര് പറഞ്ഞത് ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ പറഞ്ഞാൽ വല്ല കളത്തിനുണ്ടെങ്കിൽ കണ്ണിക്കുത്തി പൊട്ടിച്ചിട്ട് ഞാൻ നോക്കിക്കോ കേട്ടാ. രവി, നീ ഇവിടെ വന്ന് നിൽക്കുവാന്നോ? എന്നാ ഈ മഴ എന്ന് പറയണത് ഒരു പ്രതിഭാസം തന്നെ അല്ലേ? ആകാശത്തുനിന്ന് മണിമുത്തുകൾ ഭൂമിയിലേക്ക് പതിച്ച് കടലിലേക്ക് അമരും. എന്നാ ഈ ഭൂമി ദേവിയെ പുണരാൻ വരെയാണ് മഴ. മാങ്ങാത്തൊലി. പിന്നെ മഴ ആദ്യമായിട്ട് പെയ്യല്ലോ. നിന്നെ കണ്ട പ്രിൻസിപ്പൽ കിടക്കുന്ന അങ്ങോട്ട് ചെല്ലും. ശരി ശരി. സാർ. ഈടെ ഇല്ല സാർ, ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ ഈ കോളേജിൽ ഏറ്റവും വലിയ സീനിയോറിറ്റി നിനക്കല്ലേ, അവിടെ ധൈര്യമായിട്ടിരിക്കാം. പിന്നൊരു കാര്യം, എൻ്റെ മോനെ പോലെയാണ് പറയണമെന്ന് നീ വിചാരിക്കരുത്. കാരണം നിനക്ക് എൻ്റെ പ്രായമൊക്കെ കഴിക്കും. ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാം. സാർ എന്താണ് പറയാൻ പോണെന്ന് പറയണം സാർ, എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ ഈ കോളേജിൽ തന്നെ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാർ എന്നെ വിളിച്ചു വരുത്തിയത് കളിയാക്കാനാണല്ലേ? 2 പയ്യന്മാർ എന്നോട് ഒന്ന് പറയണത് നീ എക്സ്പയർഡ് ആയിട്ട് കഴിക്കുന്നു. എൻ്റെ കാലാവധി കഴിഞ്ഞാന്ന് ഇവിടുത്തെ. ആര് സാർ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറയണ ധൈര്യം ഇവിടെ ആർക്കുണ്ട് സാർ? നീയാണ് ഇവിടെ പയ്യന്മാരെ ചീതാക്കണമെന്നാ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. സാറേ അങ്ങനെ പറഞ്ഞാരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞത് നിന്റെ ഇടവും വരെ നിൽക്കണമെന്നാണ് അവന്മാർ പറഞ്ഞത്. പേരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല.
ഇടവും വല്ലതും നിൽക്കുന്നത് എന്ന് വെച്ചാൽ എടാ കിഴങ്ങാൻ നിൻ്റെ ഇടവും വലവും നിൽക്കണവന്മാരെന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെ അറിയാം. നീ പോയി അന്വേഷിച്ച് പോ. പക്ഷേ എടേ നീ വിഷമിക്കണ്ട. ആൾക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം. നീ ഒരു അധികപ്പറ്റായി പോകലടേ. അതേപ്പറ്റിയാണ് ഞാൻ കോളേജിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, കിട്ടാളെ പേപ്പറൊക്കെ ആദ്യം എഴുതിയെടുത്ത് ഇതിൻ്റെ ഈ കമ്പനിയൊക്കെ നിർത്തിയിട്ട് നന്നായി പഠിക്കും കേട്ടാ. സാറേ എന്നാലും അത് പറഞ്ഞാല് സാറേ. നീ മനസ്സിലായി നിൻ്റെ ഇടവും വലവും എനിക്കെങ്ങനെ അറിയാം? നീ പോയി അന്വേഷിക്കടേ. ഓട്ടോ സാറേ. വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ഇല്ല. ആ ചെന്ന് അന്വേഷിച്ചോട്ടെ, അപ്പം അറിയും കാര്യങ്ങൾ. ആ മമ്മൂ, ആ പ്രിൻസിപ്പളിൻ്റെ വെഡിങ് ആനിവേഴ്സറി കുളമാക്കിയപ്പോൾ നിനക്കൊക്കെ സമാധാനമായില്ല? സാറേ അങ്ങനെ പറ്റിപ്പോയി. അവന്മാരൊക്കെ ഫുള്ള് വെള്ളടിച്ച് സൈഡായി പോയി. ആ കുമാരേട്ടനാണ് കള്ളു മേടിച്ചു കൊടുത്തത്. കുമാരൻ എന്നല്ലോ, കുമാരൻ നടിയപ്പി. നീയാണ് അവന്മാർക്ക് കല്ലോണിച്ച് കൊടുത്തെന്നുള്ള പ്രിൻസിപ്പൾ പറഞ്ഞു. അയ്യോ ഞാനാ സത്യമായിട്ട് സാർ, ഞാനല്ലോ സാർ. ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്, സാറിന് അറിയാലോ. അതും പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞടാ, നീ കുടിക്കൂല മറ്റുള്ളവരോട് കുടിപ്പിക്കുള്ളൂ എന്ന്, കുടിപ്പിച്ച് കിടത്തുമെന്ന്. എന്തിനാണ് ആ പ്രിൻസിപ്പളിൻ്റെ വൈഫിനെ കുറിച്ച് അനാവശ്യം കുടിച്ചു പറഞ്ഞേ? ഡൈവോഴ്സ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞേ? ഞാനല്ലോ സാർ. പിന്നാരെ എന്താണ് ഇടുന്ന് പരിഗണന? എന്താ ഞാനങ്ങനെ പറയും സാർ തോന്നുന്നുണ്ടോ? നീ അങ്ങനെ പറയും, അതുകൊണ്ടേ പറയാം. എന്നോട് പ്രിൻസിപ്പൾ വ്യക്തമായിട്ട് പറഞ്ഞു. സാർ അങ്ങനെ പറഞ്ഞു. ആ നിന്റെ ഇടവും വല നിൽക്കലാണ് ഈ പ്രശ്നം ഉണ്ടാക്കണേന്നും ഒക്കെ പറഞ്ഞു. ഞാൻ കുമാരനോട് മാറി മാറി ചോദിച്ചു, അവങ്ങളുടെ ഉരുളാണ്, ഞാൻ പറയിപ്പിച്ചോളാം. എടാ നിനക്കൊക്കെ പഠിക്കാൻ വന്നാൽ പഠിച്ചാൽ പോരെ. സാർ അങ്ങനെ സംഭവിച്ചു പോയി സാറേ. എന്ത് സംഭവിച്ചു എന്ന്? പ്രിൻസിപ്പൾ ക്ഷണിച്ചോ തന്നെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന്? അത് ആവശ്യമില്ല, വന്നിട്ട് വർഷം കണ്ട അപ്പം കയറും പ്രശ്ന ആണോല്ലാത്ത. അല്ല സാറേ, ഒരു സംശയം. ഈ കള്ളു കുടിച്ച് ആരെങ്കിലും വീട്ടിൽ കയറി അലമ്പുണ്ടാക്കിയ പബ്ലിക് നോയ്സിന് കേസ് എടുക്കും? സംശയം ഉണ്ടാകും, കേസെടുക്കും. അപ്പോ ഈ കള്ളുടിച്ച് അലമ്പുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കും അല്ലേ സാർ? അതെനിക്കറിയില്ല സാർ. ചിലപ്പോ തല്ലിക്കൊല്ലുമായിരിക്കും അല്ലേ സാർ? ഏയ് സാറ് ചിരിക്കണ്ട. തല്ലിക്കൊല്ലുന്നതിനെക്കാട്ടി ഭീകരായിരുന്നു സാറിന്റെ അന്നത്തെ ആ കവിത. കവിത സാറേ ഇവളുമാർ വെറുതെ പറയാ കവിത നല്ല രസമായിരുന്നു. ആ എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു പറഞ്ഞു. ഇവർക്കെന്ത് അവർക്ക് അറിയില്ലായിരിക്കും, മലയാള ഭാഷ അറിയില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലേ നീ വിഷമിക്കണ്ടടാ മമ്മു, നീ ഇത് കുറ്റം ചെയ്തിട്ടില്ലല്ലോ കേട്ടോ. എന്തായാലും നീ ധൈര്യമായിട്ട് കേട്ടോ. സത്യം എന്നാലും പുറത്തു വരും സാറേ. സത്യം വരും, ഉറപ്പായിട്ട് വരും കേട്ടോ. അത് ആ ഒറ്റ ഫിലോസഫി മനസ്സിൽ കാണിച്ചാൽ മതി. പുറത്ത് വന്നാൽ ഞാൻ പുറത്ത് കൊണ്ടുവരും കേട്ടോ. കൂടെ നിന്ന് ആരെ ചതിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും സാർ. ആ നിനക്ക് പറ്റൂടാ കേട്ടാ, നീ പോക്കോ. സത്യം പുറത്ത് വരും എന്തായാലും. ഞാൻ പ്രിൻസിപ്പൾ അടുത്ത് പറഞ്ഞോളേ കേട്ടാ. തലയും വാലും ഒക്കെ എവിടെ പോയി? തലയും വലും എടവും വലവും സാധാരണ ആൾക്കാരുണ്ടാവാറുണ്ടല്ലോ, അതൊക്കെ എവിടെ പോയി? ഭാസനോ കാളിദാസനോ ഷെല്ലിയോ അതോ ഷേക്സ്പിയറോ ഇവരെ അടിച്ചു മാറ്റി പറഞ്ഞവന് അഭിനന്ദനം. നിർത്തടി. ഈ ദാസനും കാളിദാസനും ഷേക്സ്പിയറും ഷെല്ലിയൊക്കെ അടിച്ചു മാറ്റി വെക്കാൻ ഒരു യോഗമൊക്കെ വേണം അല്ലേ? ആളെ പുലിയാണ് കേട്ടാ. ക്ലാസിക്കലേ വെക്കൂ. വല്ലതും കഴിക്കാമെന്ന് കഴിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. ആർക്കാരെ അറിയാവുന്ന പ്രദീപ, നിന്റെ കൂടെ വന്നേരം ഇപ്പൊ നിന്നെ ചതിച്ചിട്ട് പോയില്ലേ? മതിയാലോ. ആരോട് ചോദിച്ചത്? കൂടെ വന്നവര് കൂടെ വന്നവര് ചോദിച്ചു. നമ്മളടുത്തല്ല വാക്സാമർത്ഥ്യം കാണിക്കേണ്ടത്. ദാ വന്നു കള്ളിന്റെ ഹോൾസെയിൽ അനാവശ്യം പറയരുത്, കാരണം കുറ്റി അടിച്ചാൻ പോയിക്കും. ഓ പിന്നെ ഒരു പതിവ്രതം വന്നിരിക്കും. ഇവിടെ കോളേജിൽ എല്ലാവർക്കും അറിയാം മമ്മു തന്നെ കൂട്ടുകാർ കള്ള് വാങ്ങിച്ചെടുത്ത് വഷളാക്കുന്നേന്ന്. തെളിവുണ്ടോ? ഒന്നിനും ഒരു തെളിവില്ല മമ്മൂ. ഒരു ബോണ്ടയും ചായ. ബോണ്ട വേണ്ട ചേട്ടാ, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാ. ആ തന്നടി കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാലപ്പഴക്കം വന്നാലേ അച്ഛനമ്മമാരെ വലിച്ചെറിയണ കാലമാണിത്. പിന്നെയാണ് കൂട്ടുകാർ. എന്താണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളറിഞ്ഞാ ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അത് പരമമായ സത്യമല്ലേ ചേട്ടാ? കാര്യം എന്താ വെച്ചാ പറ. ഡേയ് ഇവിടെ കോളേജിലുള്ള എല്ലാ പയ്യന്മാരെ ഇല്ലാതാക്കണത് ഞാനാണെന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്. അത് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചോ പറഞ്ഞത് എൻ്റെ ഇടവും വലവും നിൽക്കുന്നവന്മാരാണെന്ന്. അങ്ങനെയാണ് എനിക്കും ചിലത് പറയാനുണ്ട്. പ്രിൻസിപ്പളെ പാർട്ടിക്ക് നിങ്ങൾക്ക് കണ്ടവർക്കും കള്ള് മേടിച്ചു തന്നത് ഞാനാണെന്ന് പ്രിൻസിപ്പൾ ബാലൻ സാറിന്റെ അടുത്ത് പറഞ്ഞു. ആരങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഇടവും വലവും നിൽക്കുന്ന ആൾക്കാർ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കി ആരാ ഇടവും വലവും. ഇടേ എന്ത് പാടേ ഇടതും വലതും ഒക്കെ? എന്താ പ്രശ്നം? എന്താ സാറേ കാര്യം പറഞ്ഞായിരുന്നു? ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ അടിച്ചു വരണം ഞാനാണെന്ന്. ഇവിടുത്തെ പുസ്തകങ്ങളൊക്കെ അടിച്ചു വരണം ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഓ ഇവിടുത്തെ
കുടുംബത്തിൽ പറഞ്ഞ പയ്യന്മാരെ മുഴുവൻ ഇല്ലാതാക്കണം ഞാനെന്നാണ് പറയണത്. ശരിക്കും പയ്യന്മാരൊക്കെ ഇല്ലാതാക്കണം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കിട്ട് പണി വന്നതാ. നിങ്ങൾക്ക് ഉണ്ടാകും കള്ളം അടിച്ചെന്ന് ഞാനാന്ന് പറഞ്ഞു വരുത്തിയതാരാ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ. ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാന്ന് പിടികിട്ടാത്തത്. അതാണ് എനിക്ക് ഒട്ടും പിടികിട്ടാത്തത്. എൻ്റെ കൂടെ നിൽക്കണവന്മാരാണ് എനിക്കിട്ട് വെച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ആരെ സംശയിക്കുന്നു? തിരിച്ചു അങ്ങനെ തന്നെ അപ്പോൾ. ശരിയാ. എടേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ കഥകളിലും ഒരു എടുത്തും വലതുണ്ടല്ലോ. എൻ്റെ ഒരു ബുദ്ധിസാമർഥ്യവും ഭാഷാ പരിജ്ഞാനം വെച്ചൊരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പുറകിൽ സൂത്രധാരൻ ഒരാളാണ്, പിന്നെ നമ്മുടെ കുമാരനും. ഒരു പണി, കുമാരനെ പൊക്ക പ്രിൻസിപ്പളോട് ഞാൻ സംസാരിക്കാം. സാറേ, ക്യാൻറ്റീനിൽ പൊരിഞ്ഞടി. ആരൊക്കെ? നമ്മുടെ രവിയും അമ്മും പൊറിഞ്ഞും തമ്മിലടി, കൂട്ടടി, അടിച്ച് പിരിഞ്ഞവര്. ആ, കഷ്ടമായിപ്പോ. ഇനി അവര് ജീവിതത്തിലോ നിൽക്കുന്നു എനിക്ക് തോന്നണം സാറേ. അയ്യേ, ഇത്രയും നല്ല സുഹൃത്തുക്കൾ ലോകത്ത് ഒരു കോളേജിലും കാണില്ല. സത്യം സാർ, ഇത്ര ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതിനു? ഛേ, ആ ആത്മാക്കളെല്ലാം അടിച്ചു പിരിഞ്ഞ് പോയത് കേട്ടപ്പം കൈയും കാലം തളരണ പോലെ. എന്താ സാറേ, കൈ കാലം തളർന്നോ? ഹോസ്പിറ്റലിൽ പോ. വേണ്ട, ഞാൻ ഇത് റെസ്റ്റ് എടുക്കട്ടെ. സാറ് ചെല്ലേ, സാറ് ചെല്ലേ. കുഴപ്പമില്ലല്ലേ? ഇല്ലല്ലേ. ഹലോ. ആ ആ അടിച്ച് പിരിഞ്ഞു കേട്ടാ. അവന്മാരടിച്ച് പിരിഞ്ഞ്. നീ പറഞ്ഞ പോലെ തന്നെ കുമാരൻ ശരിക്കും പണിയെടുത്തു. ഇനി ഒരിക്കലും അവന് ഒരുമിക്കൂല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വഴക്ക് പറയരുത് കേട്ടാ. വയ്ക്കട്ടാ, വയ്ക്കണേ. തീരുമാനമായി. ഇനി ശരിയാവില്ല. ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് അവനൊക്കെ ശക്തികൾ. അടിച്ച് പിരിയണം. സത്യം പറഞ്ഞു, ഞാനാണ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മേടിക്കുന്നത്. തന്നോട് ആരാ പറഞ്ഞേ? സത്യം പറഞ്ഞെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലേ. അറിയൂലേ? നിങ്ങളല്ലേ ബാവലി സാറിന്റെ അടുത്ത് പോയി പറഞ്ഞത് ഇവന്മാർക്ക് ഞാനാ കള്ളു മേടിച്ചു കൊടുത്തെന്ന്? നിങ്ങളല്ലേ കുമാരൻ കള്ളു കുടിപ്പിച്ച്? പിന്നെ എന്റെ പേര് പറഞ്ഞേ? എനിക്കൊന്നും അറിയത്തില്ലേ. അറിയാമെങ്കിലും ഞാൻ പറയത്തില്ലേ. ഈ കുട്ടിയോട് അടുപ്പി വൈ, വെള്ളം ഒഴി, കത്തിലടുപ്പ്, ഇങ്ങനെ പുഴുങ്ങി എടുക്കാന്ന്. അതെ, അതിന് കുറെ സമയം എടുക്കും. നമുക്ക് ഇയാളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാം. അതാ നല്ലത്. അപ്പൊ തെളിവുണ്ടാവൂല. മണ്ണെണ്ണ എവിടെ? ചെയ്യാൻ വേണ്ടി കത്തിച്ചാൽ ഈ കളർ മാറില്ല. ഇല്ല, കത്തിക്കാം. എന്തായാലും എന്തായാലും കോളേജിൽ വെളിയിൽ നാക്കുമല്ല, ജയിലിൽ പോയാലും കുഴപ്പമില്ല. പരോളിൽ വരുമ്പോ കാണണ കളിയാ. അയ്യേ, കത്തിക്കാം. എന്റെ ബേബി, ഞാൻ പറഞ്ഞ കേൾക്ക്. അയാളും കൂടി പറഞ്ഞോട്ട് പ്രിൻസിപ്പളാ. അയാളും കൂടി പറഞ്ഞോട്ട് പ്രിൻസിപ്പളാന്ന്. ആ, എന്തിന്? ഞാനിത് കേട്ടെന്ന്. നിങ്ങളന്ന് ഫംഗ്ഷൻ പോയിട്ട് ഭാര്യയെ തെറി വിളിച്ചില്ലേ പ്രിൻസിപ്പളിന്റെ? ആ ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് പ്രിൻസിപ്പളിന്റെ ഭാര്യയുടെ. നമ്മൾ തെറ്റിച്ചിട്ട് പ്രിൻസിപ്പൾ അതാണ്. നിങ്ങളെ 3 പേരും തെറ്റിച്ചാലേ കോടതി നന്നാവുള്ളൂ അവര് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ പറഞ്ഞ കാര്യം ആരും അറിയണ്ട കേട്ടോ. ഓക്കെ, സാർ നിൽക്കണം. പ്രിൻസിപ്പളിനെ കാണാൻ സമയമായി. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. സാറും വാ. ഞാൻ വന്നത് സാറ് നന്നേ പറ്റുവാ. ചോദിക്കാം. ഞാൻ വന്നോ? സാറേ, വളരെ ഹാപ്പിയാണല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളെ പറ്റി ഇപ്പം ആലോചിച്ചേ ഉള്ളൂ. നിങ്ങളതിനിടെ ആവശ്യമില്ലാത്ത ക്യാൻറ്റീൻ കിടന്ന് വഴക്കുണ്ടാക്കിയത് മോശമായി പോയേട്ടാ. ഇത്രയും ഇണവരിയാത്ത സുഹൃത്തുക്കൾ ലോകത്തൊരിടത്തും കാണൂല. ശരി സാറേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇണവരിയാത്ത സുഹൃത്തുക്കളെ. ഇവർ ഈ കോളേജിന്റെ അഭിമാനമാണ് സാറേ. പിന്നെ സാർ, ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു. കപട സ്നേഹം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി സാർ. ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു സാറേ. അയ്യോ, അതെന്ത് പറ്റി മകളൻ സാറേ? എനിക്കങ്ങനെ അറിയാം. എന്തായാലും സാർ, ഒരു കാര്യം സത്യം കേട്ടോ, ഇതൊരു വലിയ മാറ്റത്തിന് തുടക്കമാണ്. ഇവരെ അടിച്ച് പിരിയുണ്ടായിരുന്നു. ഒരുമിച്ച് കാണുന്നതിൻ്റെ എന്തൊരു ഐശ്വര്യമായിരുന്നു. ആണോ? സാറ് ഞങ്ങൾക്ക് മാപ്പ് തരണം. സാറിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിക്കാതല്ലേ നമ്മൾ വന്നിട്ട് നമ്മൾ മനഃപൂർവ്വം അലമ്പുണ്ടാക്കി. അതുകൊണ്ട് സാറ് മാപ്പ് തരണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടെന്ന് തോന്നുന്നല്ലേ സാറേ? അവർ പറഞ്ഞോട്ടെ സാറേ. സാറേ, പുറിഞ്ചു വന്ന് സാറിന്റെ ഭാര്യയെ ഭദ്രകാളി എന്ന് വിളിച്ചില്ലേ? അതിന് പുറിഞ്ചിന് വേണ്ടി ഞാൻ സാറിൻ്റെ അടുത്ത് മാപ്പ് പറയാം. നീ അതിന് മാപ്പ് പറയണം, ഞാനല്ല മാപ്പ് പറയണ്ട്. മാപ്പ് സാറേ, ഞാൻ വീട്ടിൽ വന്ന് മാപ്പ് പറയാം. അല്ല എനിക്കും പറയണം സാർ. അന്ന് എല്ലാവരും കൂടി നിന്നപ്പം അല്ലേ പറഞ്ഞത് സാറിൻ്റെ ഭാര്യ സാറ് ഡൈവേഴ്സ് ചെയ്യണമെന്ന്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞാലേ വീണ്ടും ഓർമ്മിപ്പിക്കണോ? അല്ല, സാറിൻ്റെ ഭാര്യയുടെ ബാലിൽ അല്ല ഭാര്യയുടെ കാലിൽ വീണം. കാലിലൊന്നും വീണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാറേ വീണോട്ടെ സാറേ. ഇവർക്ക് എങ്ങനെയുണ്ട് മാതൃസ്നേഹം? ഒരു മാതൃസ്നേഹം വേണ്ട. ഇതോടെ എല്ലാം വച്ച് നിർത്തിക്കോണം. അവനവൻ്റെ പാട് നോക്കി പോയി, ക്ലാസ്സിൽ പോയി. ഇല്ല സാർ, ഞങ്ങൾ സാറിന്റെ ഭാര്യൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഉണർത്താനുണ്ട്. അല്ലേ? ഉണർത്തിക്കൂടെ സാറേ?
എന്ത് വളർത്ത്? സാറിൻ്റെ കാമുകയായ വിലാസിനി ടീച്ചറെ സാറ് ചതിച്ചു എന്നുള്ളത് അന്ന് പ്ലക്കാർഡ് ഇത് കാണിച്ചല്ല. അന്ന് ഇവിടെ എല്ലാവരും കൂടെ അത് സാറ് ചതിയനല്ല. സാറിപ്പോഴും ആ പ്രണയം, പരിശുദ്ധമായ പ്രണയം ഇപ്പോഴും പരിശുദ്ധമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് സാറിൻ്റെ ഭാര്യയെ ഉണർത്തിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ വേണം സാർ. അല്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിയാം സാറേ. സാറിൻ്റെ മനസ്സ് ഇത്രയും പരിശുദ്ധമാണെന്ന് ഭാര്യ അറിയണമല്ലോ. ഇതോടുകൂടി കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവട്ടെ. സാറേ അവന്മാര് എനിക്കറിയില്ല സാർ, എനിക്ക് കുടുംബമൊന്നുമില്ല. സാറേ ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ സാർ. പോണ്ട. സാറേ പൊക്കോട്ടെ. പോണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, പോവാം. ഡേ ഓ, പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. നിങ്ങൾ പോയി ആവശ്യമില്ലാത്ത കാര്യം ഇടപെടാതെ. ഞങ്ങൾ പോവും. പോണ്ട. ഇവിടെ അടുത്ത് തന്നെയല്ലേ സാറേ, പുറകെ കൂടെ അറിയാം. ഗ്യാസായിരിക്കും സാർ. എന്തേ? ഇല്ല, ഇത് അറ്റാക്കാണ്. അറ്റാക്കാണ്. അല്ലാക്കാണോ? എനിക്ക് കുഴപ്പമില്ല. സാറേ, എൻ്റെ അവസാനമായി സ്വന്തം മക്കളൊക്കെ കൂടെ നിങ്ങളെ സ്നേഹിച്ചത്. അവസാന കാലത്ത് നിങ്ങളൊക്കെ അടുത്തുണ്ടല്ലോ. ഞാൻ ഒരു സത്യം പറയാം. 25 വർഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നിങ്ങളെൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഞാൻ എന്ത് സന്തോഷിച്ചെന്നറിയാമോ? അതിൻ്റെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ വിളിച്ച്. നിങ്ങൾ ഫോൺ എടുത്തില്ല. അവർ മൂക്കറ്റ കള്ളായിരുന്നു സാറേ. സാറിനെ വിളിച്ച്. എന്നെ വിളിച്ചാ? ഞാൻ കവിതയുടെ ഹാങ് ഓവറിലായിരുന്നു. ഇനി പറ, വീട്ടിൽ പോയി പറയണോ? പറയണോ? നിങ്ങൾക്ക് ഇനി എന്തുവേണം ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. സാറേ മാപ്പ് തരണം സാറേ, എല്ലാത്തിനും മാപ്പ് തരണം. പറയില്ല. ഞാൻ ഇനി ഒരിക്കലും മത്തങ്ങ പോലുള്ള സാറിന്റെ മുഖം പുളിങ്കുരു പോലായെന്ന് ഞാൻ പറയില്ല സാർ. സാറിൻ്റെ രൂപം വൈക്കൽത്തുരു പോലെയാണ് സാർ പറയുന്നത്. അറിയാതെ പറഞ്ഞു സാർ. നോക്കുകുത്തിയാണെന്ന്. ഇല്ല, ശരി, നീ മാപ്പൊന്നും പറയണ്ട. ഞാൻ ക്ഷമിച്ചേക്കണം. നിങ്ങൾ ചെല്ലേ. വീട്ടിൽ പോവില്ലല്ലോ? ഇല്ല സാർ. പോവല്ലേ? ഇല്ല സാറേ, അവർ പോകില്ല. നീ ചെല്ലേ. അതെ സാറേ, എന്തിനായിരുന്നു സാറേ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി? അത് ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞാലെങ്കിലും നന്നാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അയ്യോ പാവം. അല്ലാതെ വേറെ ഒരു ദേശമില്ല. കേട്ടോ കേട്ടാ, സ്നേഹം കേട്ടാ, ഇതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്. മാപ്പ് സാർ. ആ പരിശുദ്ധായ അമ്മേനെ കാലിൽ വീണതുണ്ട് കേട്ടോ. അത് വേണ്ടാ, പറ്റില്ലല്ലോ. വേണ്ട, അത് വേണ്ട കേട്ടാ. ചെല്ലേ, എല്ലാവരും പോയി. ഓ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. പോയാ ഇപ്പോൾ പെട്ടുപോയാൽ കളപ്പെടുക്കൂസുകൾ എപ്പോഴും വരും, എന്നെ കരയിപ്പിക്കും, അങ്ങ് ഇറങ്ങിപ്പോവും. ഇപ്രാവശ്യം അവന്മാരെ കരയിപ്പിച്ചു. സാറ് പോയില്ലേ? ഇല്ലേ. സംഗീത ടീച്ചർ വന്നില്ലേ? അറിഞ്ഞില്ല. വന്നു പോയെന്ന് അറിയില്ല. സാറും സംഗീത ടീച്ചറും നല്ല ചേർച്ചയാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ആണോ? നിങ്ങൾ വേണം എൻ്റെ ഇടമല്ല. ഇടമലത് പണിയല്ലേ? ഒന്നുമില്ല. പോയില്ലായിരുന്നല്ലേ? ഇല്ല, പോയിന്ന് വിചാരിച്ചു അല്ലേ? വിചാരിച്ചാ? നാണമില്ല സാറേ. ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളല്ലേ, രാവിലെ ഇറങ്ങും വള്ളിക്കളസ് തൊട്ട് വൈഫ് തൊട്ട് ഉടക്കി. ഇത്രയും പ്രായമില്ല ഒന്നുമില്ല. കഷ്ടം. ഒരു കാലത്ത് ഈ കോളേജ് നന്നായാലും ശരി, താങ്കൾ നന്നാവില്ല, ആ പിള്ളേർ നന്നാവും. കഷ്ടം.